കറക്റ്റായിട്ട് വരുള്ളൂ. എന്നാൽ ഇത് ഇവിടുന്ന് ഊരിയെടുക്കാം. അല്ലാതെ ചിലവർ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ നമ്മൾ കെയർഫുള്ളായിട്ട് അഴിക്കണം. ഇതൊക്കെ പൊട്ടാനും ചാൻസ് ഉണ്ട്. പിന്നെ ഇതഴിക്കണം, ഈ 2 വെൻ്റ് അഴിക്കണം, പിന്നെ സ്റ്റിയറിംഗ് മൊത്തം ഊരണം, മീറ്റർ ഊരണം, എല്ലാം ഊരിയെടുക്കണം. അതുകൊണ്ട് നമ്മൾ കെയർഫുള്ളായിട്ട് അഴിക്കണം. ചുമ്മാ ചടിക്കരി മൊത്തം വലിച്ചു പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇളക്കം സംഭവിക്കും. മൊത്തം അഴിച്ച് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ്. 10-ൻ്റെ ബോക്സും പിന്നെ വേറെ കുറച്ച് ടൂൾസും മതി നമുക്ക് കഴിക്കാൻ. പിന്നെ ഒരു എക്സ്റ്റൻഡറും വേണം, ലോങ് ബോക്സ്, സ്റ്റിയറിംഗ് അഴിക്കാൻ വേണ്ടി. അങ്ങനെ കുറച്ച് ടൂൾസ് ഉണ്ട്, പരിപാടി നടക്കും. പിന്നെ സ്റ്റിയറിംഗ് അഴിക്കുന്ന പരിപാടി പോവാണ്. ഇവൻ്റ് അഴിക്കാൻ ജസ്റ്റ് തുണി കൂട്ടി, തുണിയില്ലെങ്കിലും പ്രശ്നമില്ല, സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തുണി എടുക്കുന്നത്. ഒരു -ൻ്റെ സ്ക്രൂ ഡ്രൈവറെ തുണി കെട്ടി ഈ സൈഡിൽ നിന്ന് വെളിയിലോട്ട് തള്ളിയാൽ മതി. പയ്യെ ഊരി പോരും. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനകത്തൊരു 10-ൻ്റെ ഇതുണ്ട്, ബോൾട്ട്. ഇത് ഊരിയെടുക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ സെൻട്രൽ കൺസോൾ ഊരിയെടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് വയറിങ് കാര്യങ്ങൾ മൊത്തം ക്ലാമ്പലാണ്. നമ്മൾ വലിച്ച് ഊരാൻ നിർമ്മിച്ച പരിപാടി നടക്കത്തില്ല. സ്റ്റീരിയോ ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത് പയ്യെ ഈ 2 വെൻ്റ് ഊരിയെടുത്തിട്ട്, ഞാൻ 2 വെൻ്റായിരിക്കുന്നത്, ഈ 2 വെൻ്റ് ഊരിയെടുത്തിട്ട് നേരെ ഊരിയെടുത്താൽ മതി. ഇനി കപ്ലറും കാര്യങ്ങളൊക്കെ ഇടിയിച്ചാൽ മതി. AC-യുടെയും ആസാഡിൻ്റെയും പിന്നെ ക്ലോക്കിൻ്റെയും എന്നുള്ള ബാക്കി പരിപാടി നോക്കാം. അത് നമ്മുടെ മോണോഗ്രാം ഊരി എടുത്തിട്ടുണ്ട്. അതിന് നൈസായിട്ട് പോയി സ്റ്റിയറിംഗ് ഊരി. അങ്ങനെ നമ്മൾ സ്റ്റിയറിംഗ് ഊരാനുള്ള പരിപാടിയാണ്. നേരെ പിടിച്ച് ലെഫ്റ്റിലോട്ട് തന്നെ നമ്മൾ നോർമൽ അഴിക്കുന്ന പോലെ തന്നെ സ്റ്റിയറിംഗ് ഒന്ന് ലോക്ക് ചെയ്യണം. പിന്നെ മോണോഗ്രാം പൈ ഊരി എടുത്ത് നമുക്ക് പരിപാടി തുടങ്ങാം. അങ്ങനെ നമ്മുടെ സ്റ്റിയറിംഗ് ഊരി എടുത്തിട്ടുണ്ട്. ബോൾട്ട് അതിനകത്തോട്ട് പോയി, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ മെയിൻ സാധനങ്ങളൊക്കെ ഊരി എടുത്തിട്ടുണ്ട്. ഇനി ഈ മീറ്റർ അഴിക്കണം. പിന്നെ വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. പിന്നെ വയറിന് ഇതിൻ്റെയൊക്കെ കണക്ഷൻ ഊരി വേണം. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ 2 സ്ക്രൂ കൂടെ അഴിച്ചു വിട്ട ഡാഷ്ബോർഡ് ഓൾമോസ്റ്റ് ഊരിയെടുത്ത പോലെ തന്നെയാണ്. ഞങ്ങൾ വേറെ പരിപാടി നോക്കാം. പിന്നെ ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്, ഊരിയെടുക്കാം. മീറ്ററിൻ്റെ കവർ അങ്ങനെ അഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മീറ്റർ മൊത്തത്തിൽ ഊരിയെടുക്കുന്ന ഈ 2 നട്ടും ഈ സൈഡിൽ അതുപോലെ തന്നെ 2 നട്ടുണ്ട്. അത് ഊരിയെടുത്ത മീറ്ററിൻ്റെ കവർ ഊരി. അങ്ങനെ നമ്മുടെ മീറ്ററിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം എടുത്തെടുത്ത് നൈസായിട്ട് ഇത് ഊരിപ്പോയി. പിന്നെ ഇതിൻ്റെ കണക്ഷനും കൂടെ പിടിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പൈ ഊരിയെടുക്കാം. ഇതെല്ലാം ചെയ്തതിന് വേണ്ടി മെയിനായിട്ട് നമ്മൾ ബാറ്ററി ടെർമിനൽ ഊരി വിടണം, നെഗറ്റീവ്. അല്ലെങ്കിൽ പിന്നെ അതൊരു എവിടെയെങ്കിലും ഷോർട്ടായി പിന്നെ അത് പണിയാവും. സ്റ്റിയറിങ്ങിൻ്റെ ഈ ബാക്കിൽ വരുന്ന കൗളഴിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സ്പ്രിങ് പോലത്തെ ഒരു ജസ്റ്റ് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ തള്ളിയാൽ മതി. സ്കൂട്ടർ വെച്ച് തന്നെ തള്ളുമ്പോഴത്തേന് ഇങ്ങനെ ഊരിപ്പോരും. നൈസായിട്ട് ഇതിന് ഊരിപ്പോരും. പിന്നെ ലോക്കാണ്, ജസ്റ്റ് ഒരു തള്ളി ഊരി എടുക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഈ കവർ നമ്മൾ ഊരിയെടുത്തിന് സുഖമായിട്ട് മീറ്റർ ഊരിപ്പോരും. സ്പീഡോമീറ്ററിൻ്റെ വയർ ഊരി വിടും.
അത് ജസ്റ്റ് ഇതിങ്ങനെ പുറകോട്ട് വലിച്ചാൽ മതി, ഇങ്ങനെ ഊരിപ്പോയി. പിന്നെ ഇതാണ് ഇതിൻ്റെ കപ്ലർ, അത് ജസ്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് ഊരി കൈ പിടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഊരി വരാൻ പാടും. ജസ്റ്റ് ഇത് ഊരി പോകുന്നു. പിന്നെ വേറെ കണക്ഷനും കാര്യങ്ങളും അപ്പുറത്തെ സൈഡിലേ ഉള്ളൂ. അതിന് നൈസായിട്ട് പയ്യെ ഊരിയെടുക്കാം. ഇവിടെ നൈസായിട്ട് ഒരു 10-ന്റെ ബോൾട്ട് ഉണ്ട്, അതും കൂടി ഊരിയെടുക്കണം. അത് ഊരിയെടുക്കാൻ കുറച്ച് ടാസ്ക് ഉണ്ട്. നമുക്കൊരു ബോക്സ് വെച്ച് നൈസായിട്ട് ഊരിയെടുക്കാം. നൈസായിട്ട് ഇങ്ങനെ നമ്മളൊരു ലോങ് ബോക്സ് ഇട്ടിട്ട് എക്സ്റ്റൻഡർ എടുത്തിട്ടാണ് അഴിച്ചെടുക്കുന്നത്. 10-ന്റെ ഒരു ബോക്സ് അറ്റത്തിട്ട് അഴിച്ചെടുക്കണം. ഈ സെറ്റ് ഊരി എടുക്കാൻ വേണ്ടി ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടിരിക്കുന്നു, ഇങ്ങനെ ഊരി പോരാത്ത പോലെ തോന്നും. ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഈ ലോക്ക് ഇതാണ്, ഭാഗത്തൊക്കെ ലോക്ക് അതിങ്ങനെ പിടിച്ചിട്ട് വെളിയിലോട്ട് വെച്ചാൽ ഊരി പോരും. ഉപ്പ് ഊരി പോരാത്തത് കുറച്ച് കപ്പലർ ഇരിക്കുന്നതുകൊണ്ടാണ്, നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഊരി എടുക്കാവുന്ന കേസേ എന്നാണ് നോക്കാം. അങ്ങനെ 2 കണക്ടർ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്, പൊട്ടിച്ചിട്ടില്ല. പിന്നെയും യൂസ് ആയിട്ടുള്ളതുകൊണ്ട് പൊട്ടിച്ചിട്ടില്ല. ഇപ്പം ഈ മൊത്തത്തിൽ ഊരി എടുക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഈ മേളിരിക്കുന്ന കാര്യങ്ങളും സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് നമുക്ക് പോയി ഊരി എടുക്കാം. ഈ ടൂട്ടർ ഊരി എടുക്കണം പയ്യെ. ഡാഷ് അടിക്കാൻ വേണ്ടി നല്ല ടാസ്ക് വരുന്നത് എന്തിലാന്ന് വെച്ചാൽ, ഇവിടുന്ന് അകത്ത് 2 ലോക്കുണ്ട്, പിന്നെ ഇതഴിക്കണം. ഇവിടെ 2 ലോക്കുണ്ട്, ഈ വലിയ വയറിന്റെ ലോക്ക് അത് അകത്തും ഉണ്ട്. അകത്തും ഈ കാണുന്ന വലിയ വയർ ലോക്കുണ്ട്, ഈ വയറിന്റെ ലോക്ക്. പിന്നെ ഈ ഇവിടുന്ന് ഊരി വിട്ടാലേ ഉള്ളൂ കറക്റ്റായിട്ട് വരുള്ളൂ. എന്നാൽ ഇത് ഇവിടുന്ന് ഊരി എടുക്കാം. അല്ലാതെ ചിലവർ കാണിക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചുമ്മാ താഴോട്ടിട്ട് അങ്ങനെയും ചെയ്യാം. പക്ഷെ നമ്മളങ്ങനെ ചെയ്യുന്നില്ല. സാധനം എങ്ങനെയുണ്ടോ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്താണെന്ന് കഴിക്കും. എല്ലാം ഞാൻ ഊരി എടുത്തിട്ടുണ്ട്. ഫ്യൂസിന് ഔട്ട് വന്ന വയറും കാര്യങ്ങളും 2 കപ്ലറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഊരി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബയ്യ ഡാഷ്ബോർഡ് ഊരി എടുക്കും. കുറച്ച് ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വയറിൻ്റെ ഒക്കെ. ഡാഷ്ബോർഡ് കണക്റ്റഡ് ആണ് ഓൾറെഡി, അത് അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതിൻ്റെ പയ്യെ ഊരി പോരേണ്ട കാര്യമുള്ളൂ, എന്നുള്ള ഊരി എടുക്കും. ഇത് നമ്മുടെ ഇത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഡാഷിൻ്റെ ഉള്ളിലെ അവസ്ഥയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ. എന്നുള്ളത് ഇപ്പം വെളിയിലോട്ട് കൊണ്ട് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് കണ്ടീഷൻ. ഇവിടെയൊക്കെ കുറച്ച് ചെറുതായിട്ട് വരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്താണല്ലോ ഇനിയിപ്പം ഇത് വേറെ വീഡിയോ ആയിട്ടാണ് ഇത് അഴിച്ച് സെറ്റ് ചെയ്യുന്നത്. ഡാഷ് അടിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. എന്നാണല്ലോ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.